ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും. വേറെ എങ്ങോട്ടില്ല, ഞായറാഴ്ച അല്ലേ, അപ്പം ഒന്ന് വാക്കിംഗ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങി. ഇപ്പം 2-3 ദിവസം കൊണ്ടാണ് നടക്കാനും ഇങ്ങനെ ജസ്റ്റ് ഓടാനൊക്കെ പോകുന്നത്. കൂടുതലും ഈവനിങ്, കൂടുതലായിട്ടില്ല, 2-3 ദിവസമായെന്ന് പറഞ്ഞില്ലേ, ഈവനിങ് ആണ് ഇറങ്ങുന്നത്. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് മോർണിംഗ് രാവിലെ ഇറങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ പള്ളിയിൽ പോകണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ സൂര്യൻ ഇവിടെ ഇപ്പം 6:30 പക്ഷേ പരപരാന്ന് നേരം വെളുത്തു. ഇതുണ്ടാ വെള്ളം, അവിടുത്തെ പുല്ലുകൾക്ക് അവർ വെള്ളം നനച്ചു കൊടുക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ഫുൾ വെള്ളം ഇങ്ങനെ ഓസ് അവിടെ പൈപ്പ് ഇട്ടേക്കുക, ഫുൾ അവിടെ എല്ലാം ആവും. അപ്പോൾ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പം തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ എന്നുണ്ട് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് നാളായി ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ അങ്ങനെ ഇടാറില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല ചൂടാണെന്നറിയാമല്ലോ. അബുദാബിയിലെ UAE കൺട്രീസ്, GCC കൺട്രീസിലെല്ലാം നല്ല ചൂടും കാലാവസ്ഥയൊക്കെയാണ്. പിന്നെ നാട്ടിലൊക്കെ ഇപ്പം നല്ല തകർത്ത് മഴയൊക്കെയാണെന്നറിയാം. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പിന്നെ എനിക്ക് തോന്നുന്നു ഈവനിങ് നടക്കുന്നതിനേക്കാളും നല്ലത് മോർണിംഗ് നടക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഫ്രഷ് മൈൻഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ടൈമില്ല. ഇതിപ്പോൾ സൺഡേ ഡ്യൂട്ടിക്ക് പോകേണ്ടതായതുകൊണ്ടാണ് രാവിലെ എണീറ്റ് ഇതാക്കിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം, ഇനി ഫ്രഷായിട്ട് വേണം പള്ളിയിൽ പോകണം. ഇന്ന് പള്ളി സൺഡേ കുർബാനയുണ്ട് കോൺവെൻറ്റിൽ. ഞാനൊരു കാര്യം നടക്കാറുണ്ട്, എന്നെക്കാളും മുന്നേ ഓടിപ്പോവാ. എന്താ ചെയ്യുക, മടി പിടിച്ച് ഇരിക്കാതെ വാടി നോങ്ങിയിട്ട് പറഞ്ഞിട്ട് പോവാം. പിന്നെ ഇതുണ്ടായി ചടിക്കയറി നിന്നതൊക്കെ കുട്ടികളുടെ പാർക്കും കാര്യങ്ങളായിരുന്നു. ചെറിയൊരു കുഞ്ഞു പാർക്ക്, അപ്പുറത്തൊരു വലിയ പാർക്കുണ്ട്. അത് ഞാൻ പിന്നെ ഒരു ദിവസം നിങ്ങളെ കാണിക്കാം. പിന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ കാണാൻ അടങ്ങിയിരിക്കാനൊന്നും തോന്നുന്നില്ലല്ലോ. എന്തായാലും ഇത് കയറി ഇതൊക്കെ പിന്നെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കൂട്ടുകാലത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ വളരെപ്പെടാണല്ലോ നമുക്കൊന്നുകൂടെ അതിലേക്ക് ത്വരയൊക്കെ വരുന്നത്, ചെയ്യാനും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ നമുക്ക് ഈത്തപ്പഴമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കഴിക്കാം. ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പറയാം, നമുക്ക് ഈത്തപ്പഴം പറിച്ച് കഴിക്കണം എന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഈത്തപ്പഴം പറിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എല്ലാം പോയി, എല്ലാം അങ്ങനെ പഴുത്ത് പോയി. നമുക്കിങ്ങനെ ഇതുപോലെ പറിച്ച് കഴിക്കുകയും ഇടയ്ക്കൊക്കെ ചെയ്യാം. നമുക്ക് വേണ്ടി ഇങ്ങനെ വെച്ചപ്പോൾ പിന്നെ കുറേയൊക്കെ അവർ കൊണ്ടുപോയൊക്കെ ചെയ്യും. സൂപ്പർ കേട്ടോ, നല്ല പഴുത്തത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കുന്നതേ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ല നമ്മൾ പറിച്ച് തിന്നുന്ന ആ ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ, അത് വേറെ. ഇതെൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ. മതി തിന്നത് ഓൾറെഡി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പായിച്ചതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു അപ്പുറത്തെ വലിയൊരു പാർക്കുണ്ടെന്ന്, അതിൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ കാണിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞ് ജിം പോലെ ഉണ്ട്. അപ്പം പിന്നെ ഞാൻ അതിലൊക്കെ കയറി, എന്നാൽ പിന്നെ ഇച്ചിരി ഷോ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കയറി. ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം നിങ്ങളത് പറയാമെന്ന് വെച്ചാൽ ഒന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേണ്ടേ ഷോ ആട്ടോ, ഇത് എല്ലാവരും ഷോയാണ്. ഞാൻ വീർത്തത് കാണിക്കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുണ്ടോ ഓണം. ഞാനൊരു റൗണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്ക് സൂക്ഷിച്ചിരുന്ന ഊഞ്ഞലിടുന്നുണ്ടോ നമ്മുടെ എന്താ കൊട്ടവഞ്ചി പോലുള്ളൊരു വഞ്ചിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യമേ കണ്ട പൈപ്പ് അവർ വെള്ളം തുറന്നിട്ട് ഇപ്പോൾ കണ്ടോ അവിടെ ഫുള്ള് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഉള്ളിൽ എല്ലായിടവും ഇങ്ങനെ ഫുള്ള് അവർ തുറക്കും. നല്ല രസമല്ലേ കാണാനൊക്കെ രസം. അപ്പം ശരി, എല്ലാവർക്കും ബൈ.